പെട്രോൾ വില വർധനവിന് കാരണം രൂപയുടെ വില കുത്തനെ ഇടിഞ്ഞതാണെന്ന് പെട്രോളിയം കമ്പനിയും കേന്ദ്ര സർക്കാരും ന്യായീകരിക്കുന്നു. വിലക്കയറ്റം മൂലം സാധാരണക്കാരന്റെ ജീവിതം പൊറുതിമുട്ടിയ സാഹചര്യത്തിലാണ് സർക്കാർ പെട്രോൾ വില കുത്തനെ കൂട്ടിയിരിക്കുന്നത്. എണ്ണ കമ്പനികൾ ലിറ്ററിന് ₹6.28 കൂട്ടിയതെങ്കിലും സംസ്ഥാനത്തെ വിൽപ്പന നികുതിയും മൂല്യവർദ്ധിത നികുതിയും ചേർത്ത് 1 ലിറ്റർ പെട്രോളിന് ₹7.50 മുതൽ ₹8 വരെയാകും. പുതുക്കിയ നിരക്ക് ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ നിലവിൽ വന്നു. പെട്രോൾ വില വർധനവിൽ പ്രതിഷേധിച്ച വിവിധ സംഘടനകൾ നഗരത്തിൽ രാത്രി വൈകിയും പ്രതിഷേധ പ്രകടനം നടത്തി. സാധാരണക്കാരന്റെ വയറ്റത്തടിച്ച് എണ്ണ കമ്പനികൾ ഒറ്റയടിക്ക് ഇത്രയും വില കൂട്ടിയ സാഹചര്യത്തിൽ സർക്കാർ എന്ത് വില കൊടുത്തും പെട്രോൾ വില നിശ്ചയിക്കാനുള്ള അധികാരം ഏറ്റെടുക്കണമെന്നാണ് പൊതുജനാഭിപ്രായം. കുത്തനെയുള്ള ഈ വില വർധനവ് നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാധാരണക്കാരായ ഒരാൾക്ക് വണ്ടി ബൈക്ക് യൂസ് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. ₹7 വെച്ചൊക്കെ ഒറ്റയടിക്ക് കൂട്ടുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്ന ഏർപ്പാടാണ്. എന്ത് വില കൊടുത്തും സർക്കാർ അത് പിൻവലിക്കണമെന്നുള്ളതാണ് അഭിപ്രായക്കാരനാണ് ഞാൻ. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കൂടിയതും ഡോളറുമായുള്ള ഇന്ത്യൻ രൂപയുടെ വിലയിടിഞ്ഞതുമാണ് പെട്രോൾ വില കുത്തനെ കൂടാൻ കാരണമായത്. പെട്രോൾ വില വർധനവിന് പുറമെ ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വില വർധനവിനും എണ്ണ കമ്പനികൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ സാധാരണക്കാരന്റെ പടലിക്ക് കത്തിവെക്കുന്ന തീരുമാനങ്ങൾ സർക്കാർ ഒറ്റയടിക്ക് നടപ്പാക്കുക തന്നെ ചെയ്യും.